പാലക്കാട് നെല്ലിയാമ്പതി ചുരത്തിൽ കെ.എസ്.ആർ.ടി.സി ബസ് മറിഞ്ഞു. പോത്തുണ്ടി ചെക്ക് പോസ്റ്റിന് മുകളിലാണ് അപകടം. കെ.എസ്.ആർ.ടി.സി ബസ്സിലുണ്ടായിരുന്ന നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. സലാം മുഹമ്മദ് വിവരങ്ങളുമായി ചേർന്ന് വീണ്ടും. സലാം, കൂടുതൽ വിവരങ്ങൾ ലഭ്യമായോ? ബസ്സിൽ ഏതാണ്ട് 70ഓളം ആളുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അതിൽ ഒരു സ്ത്രീയുടെ നിലയാണ് അല്പം ഗുരുതരമായിട്ടുള്ളത്. മറ്റുള്ളവർ കൂടി പരിക്കേറ്റിട്ടുണ്ട്. പോത്തുണ്ടി ചെക്ക് പോസ്റ്റിന്റെ മുകൾ വശത്ത് വെച്ചാണ് അപകടം ഉണ്ടായത്. കുണ്ടഞ്ചോര എന്ന പ്രദേശത്താണ് അപകടം ഉണ്ടായത്. അത് തേക്ക് പ്ലാന്റേഷനിലേക്ക്, അതായത് ഡാം സൈഡിലേക്കാണ് ബസ് മറിഞ്ഞത്. അങ്ങനെ തേക്ക് പ്ലാന്റേഷനുള്ളിൽ വെച്ച് അവിടെ വെച്ച് ഇടിച്ചു നിൽക്കുകയായിരുന്നു, തേക്കിൽ ഇടിച്ചു നിൽക്കുകയായിരുന്നു. അങ്ങനെയാണ് അപകടം ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ ഈ പരിക്കേറ്റ സ്ത്രീ, അതായത് ഒരു സ്ത്രീക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. അവരെ നെന്മാറ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അവിടെ വെച്ച് അവിടെയാണ് ഇവരെ എത്തിച്ചിട്ടുള്ളത്. മറ്റുള്ളവരെ കൂടി ആശുപത്രിയിൽ എത്തിക്കുന്ന അത്തരത്തിലുള്ള രക്ഷാപ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പോലീസിന്റെയും അതോടൊപ്പം നാട്ടുകാരുടെയും നേതൃത്വത്തിലുള്ള രക്ഷാപ്രവർത്തനമാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. നെല്ലിയാമ്പതിയിൽ നിന്നും പാലക്കാട്ടേക്ക് വരികയായിരുന്നു ബസ്, അതായത് കയറ്റം ഇറങ്ങി വരികയായിരുന്നു ബസ്. ആ സമയത്താണ് അപകടം ഉണ്ടായത്. റോഡിൽ നിന്നും തെന്നി മാറി ഈ പ്ലാന്റേഷനിലേക്ക് മറിഞ്ഞു എന്നുള്ളതാണ് നാട്ടുകാർ നൽകുന്ന വിവരം. അങ്ങനെയാണ് അപകടം ഉണ്ടായത്. ഒരുപക്ഷെ മഴക്കാലമാണ്, ആ രീതിയിൽ വലിയ തെന്നൽ റോഡിലുണ്ട്. അങ്ങനെയായിരിക്കാം അപകടം ഉണ്ടായിരിക്കാം എന്നുള്ളതാണ് ഇപ്പോൾ പ്രാഥമികമായി വിലയിരുത്തുന്നത്. മറ്റു കാര്യങ്ങളൊക്കെ തന്നെ ഗതാഗത വകുപ്പിന്റെയും മോട്ടോർ വാഹന വകുപ്പിന്റെയും ഒക്കെ തന്നെ പരിശോധനയ്ക്ക് ശേഷമായിരിക്കും എങ്ങനെയാണ് അപകടം ഉണ്ടായി എന്നുള്ള കാര്യത്തിൽ ഒരു ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടാവുക. ഏതായാലും നിലവിൽ 70ഓളം പേർ ഈ ബസ്സിൽ ഉണ്ടായിരുന്നു. അതിൽ ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റിരിക്കുന്നു. അയാളെ നെന്മാറ താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു. ഇത്തരം വിവരങ്ങളാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ഒരുപാട് താഴ്ചയിലേക്കാണോ? അതിന് ദൃശ്യങ്ങൾ കൃത്യമായി കാണാം. അത്ര വലിയ അപകടം, അതായത് വലിയ താഴ്ചയിലേക്ക് ബസ് മറിഞ്ഞിട്ടില്ല. പ്ലാന്റേഷനിലെ മരങ്ങളിൽ ഇടിച്ച് ബസ് നിന്നിട്ടുണ്ട്. അതായത് ഈ ഡാം പ്രദേശത്തേക്കാണ് ബസ് മറിഞ്ഞത്. ആ തേക്ക് പ്ലാന്റേഷനുള്ളിൽ വെച്ച് അവിടെ മരങ്ങളിൽ ഇടിച്ച് ബസ് നിന്നതായിട്ടാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അതായത് വലിയ ഒരു അപകടം, ഗുരുതരമായ ഒരു, അതായത് കൂടുതൽ ആളുകൾക്ക് പരിക്കേൽക്കുന്ന തരത്തിലുള്ള ഒരു അപകടത്തിലേക്ക് കാര്യങ്ങൾ പോയിട്ടില്ല. അതിനു മുമ്പ് തന്നെ, അതായത് ഡാമിലേക്കൊക്കെ തന്നെ മറിയുകയാണെങ്കിൽ കൂടുതൽ പേർക്ക് അപകടം ഉണ്ടാകാനും കൂടുതൽ ജീവനുകൾ നഷ്ടമാകാനും ഒരു ഇടയായനെ. ആ തരത്തിലുള്ള അപകടത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ ബസ് ഈ തേക്ക് മരങ്ങളിൽ ഇടിച്ചു നിന്നിട്ടുണ്ട്. അതായത് ഈ സ്ത്രീക്ക്, പരിക്കേറ്റ സ്ത്രീ ഈ തേക്ക് മരത്തിന്റെയും ബസ്സിന്റെയും ഇടയിൽ കുടുങ്ങി. അങ്ങനെയാണ് ഇവർക്ക് ഗുരുതരമായി പരിക്കേറ്റത് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. കൂടുതൽ ആളുകൾക്കുള്ള പരിക്കുകൾ അത് എത്രത്തോളം ഗുരുതരമാണ് എന്ന കാര്യത്തിലൊക്കെ തന്നെ ആശുപത്രിയിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ ലഭിച്ച ശേഷം മാത്രമേ കാര്യത്തിലൊരു സ്ഥിരീകരണം ഉണ്ടാവൂ. ഇപ്പോൾ നിലവിൽ പരിക്കേറ്റുള്ള സ്ത്രീയുടെ നില അല്പം ഗുരുതരമാണ് എന്നുള്ളത് തന്നെയാണ് ലഭിക്കുന്ന വിവരം. അവരെ നെന്മാറ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുമുണ്ട്. കൂടുതൽ ആളുകൾ, പോലീസും ഫയർഫോഴ്സ് സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം കൂടുതൽ ഊർജിതമാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളും പുരോഗമിക്കുന്നുണ്ട്. ഇന്ന് 9:30 കൂടിയാണ് അപകടം ഉണ്ടായത്. ഈ ചുരം ഇറങ്ങി വരികയായിരുന്നു ബസ്. ആ സമയത്ത് ഈ നേരത്തെ പറവൂർ ചെറുനെല്ലി എസ്റ്റേറ്റിന് തൊട്ട് മുകളിൽ, അതായത് പോത്തുണ്ടി ചെക്ക് പോസ്റ്റിന് തൊട്ട് മുകളിലുള്ള ഈ സ്ഥലത്ത്, കുണ്ടൻചോല എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ് ബസ് ഈ ഡാമിന്റെ സൈഡിലേക്ക് മറിയുന്നത്. ആ ഡാമിന്റെ സൈഡിൽ ഉണ്ടായിരുന്നത് തേക്ക് പ്ലാന്റേഷൻ ആയിരുന്നു. അവിടെ വെച്ച് ബസ് ഈ തേക്ക് മരങ്ങളിൽ ഇടിച്ചു നിൽക്കുകയായിരുന്നു. അങ്ങനെയാണ് ഒരുപക്ഷെ ഡാമിലേക്ക് മറിയുകയാണെങ്കിൽ കൂടുതൽ ഗുരുതരമായ സാഹചര്യം ഉണ്ടായേനെ, അല്ലെങ്കിൽ കൂടുതൽ ആളുകൾക്ക് പരിക്കേൽക്കുന്ന സ്ഥിതി ഉണ്ടായേനെ. അതൊക്കെ തന്നെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. അതിനു മുമ്പ് തന്നെ ബസ് ഈ തേക്ക് മരങ്ങളിൽ ഇടിച്ചു നിൽക്കുന്നു എന്നുള്ളത് കൂടുതൽ ആളുകൾക്ക് പരിക്കേൽക്കുന്ന സാഹചര്യം ഇല്ലാതാക്കി എന്നുള്ളത് തന്നെയാണ് അവിടെയുള്ള ആംബുലൻസ് ഡ്രൈവർമാരും അതുപോലെ നാട്ടുകാരും ഒക്കെ തന്നെ നൽകുന്ന വിവരം. അല്പസമയത്തുള്ളിൽ നമുക്ക് എത്താനാണ്. കൂടുതൽ ആളുകൾക്ക് പരിക്കുണ്ടാകാൻ ഇടയില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. ഇനി എന്താണ് അവിടുത്തെ യഥാർത്ഥ സാഹചര്യം എന്നുള്ളത് അല്പസമയത്തുള്ളിൽ അവിടെ എത്തി നമുക്ക് കൂടുതൽ വിവരങ്ങൾ നൽകാനാകുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും പരിക്കേറ്റ സ്ത്രീയുടെ നിലയാണ് അല്പം ഗുരുതരമായി തുടരുന്നത്. അവർ നെന്മാറ താലൂക്ക് ആശുപത്രിയിലാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത്. അല്പസമയത്തിനുള്ളിൽ തന്നെ അവരുടെ ആരോഗ്യത്തെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ നൽകാനാകുമെന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. മറ്റുള്ളവരുടെ കാര്യം കൂടി, മറ്റുള്ളവർക്ക്, അതായത് ബസ്സിൽ 70ഓളം ആളുകൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവർക്കും പരിക്കേറ്റിട്ടുണ്ട്. അതൊക്കെ തന്നെ സാരമായ പരിക്കുകളാണോ എന്നുള്ളത് സംബന്ധിച്ചും കൂടുതൽ വിവരങ്ങൾ അല്പസമയത്തുള്ളിൽ നൽകാനാകും. ശരി, എന്തായാലും അപകടത്തിൽ ഗുരുതരമായ ഒരാൾക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നാണ് സലാം മുഹമ്മദ് നൽകുന്ന വിവരം. നെല്ലിയാമ്പതി സ്വദേശി ഗുരുതരമായി പരിക്കേറ്റ ആൾ മരിച്ചു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ജയന്തിയാണ്, നെല്ലിയാമ്പതി സ്വദേശി ജയന്തിയാണ് മരിച്ചത് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. പോത്തുണ്ടി ഡാമിന് മുകളിൽ, പോത്തുണ്ടി ചെക്ക് പോസ്റ്റിന് മുകളിലാണ് ഈ അപകടം ഉണ്ടായത്. നെല്ലിയാമ്പതിയിൽ നിന്ന് പാലക്കാട്ടേക്ക് വരികയായിരുന്ന കെ.എസ്.ആർ.ടി.സി ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ഇറങ്ങി വരുമ്പോൾ തുടർന്ന് തേക്ക് പ്ലാന്റേഷനിലേക്ക് മറിയുകയായിരുന്നു. താഴ്ചയിലേക്കാണ് മറിഞ്ഞത്. ഒരാൾ മരിച്ചു എന്ന വിവരമാണ് ഇപ്പോൾ നൽകാൻ കഴിയുന്നത്.